പിന്നെ ഈ തിരുവനന്തപുരത്തെ കമ്മീഷണറോട് ഒരു വാക്ക് പറയാതെ ഈ പ്രസംഗം അവസാനിപ്പിച്ചാൽ മോശമായി പോകുമെന്നുള്ളതുകൊണ്ട് അതുകൂടി പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഞങ്ങളാരും അൾനോട്ടുകാരൊന്നുമല്ല, വലിയ മസിൽമാന്മാരല്ല. ഞങ്ങളാരും ജിമ്മിലൊന്നും ഒന്നും രാവിലെ അതിരാവിലെ പോയി മസിലൊന്നും പെരുപ്പിച്ച് നിങ്ങളെപ്പോലെ പോലീസുകാരെ പോലെ ഇവിടെ വിരിഞ്ഞു നടക്കുന്നവരൊന്നുമല്ല. പക്ഷേ ഇനി ഏത് ഭരണകൂടത്തിന്റെ മർദ്ദനോപാധി ഞങ്ങളുടെ സമരത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചാലും അതിനെ മറികടന്നു പോകാനുള്ള ചങ്കുറപ്പ് പാരമ്പര്യമായി കിട്ടിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഞങ്ങളുടെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം. ഇനി മുഴുവൻ ശക്തിയുമെടുത്ത് ഞങ്ങളെ പ്രതിരോധിക്കാൻ ഗവർണറുടെ വാക്കും കേട്ട് പ്രിയപ്പെട്ട കമ്മീഷണറെ, നീ ഈ തിരുവനന്തപുരത്തിറങ്ങിയാലും ഞങ്ങൾ അതിനെയെല്ലാം പ്രതിരോധിച്ച് ഈ സമരം മുന്നോട്ട് നയിക്കും. ഈ ബാരിക്കേഡ് എന്തിനാ മറിച്ചിട്ടെന്നറിയോ? ഇത് വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിൽക്കും എന്നാണ് അവർ കരുതിയിരുന്നത്. ഇത് മറിച്ചിട്ട് ഒന്ന് കാണിച്ചു തന്നു എന്നതേ ഉള്ളൂ. രാജ്ഭവനിലേക്ക് പോകാൻ ഇപ്പോൾ SFI തീരുമാനിച്ചിട്ടില്ല. ഈ പാവപ്പെട്ട സാധാരണക്കാരന്റെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ഞങ്ങൾ കുട്ടികൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് തരാൻ പറ്റും എന്നൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമരം ഐതിഹാസികമായി നാം മുന്നോട്ട് കൊണ്ടുപോകും. ഇത് RSSനെതിരായ യുദ്ധമാണ്. ഇത് വർഗീയതക്കെതിരായ യുദ്ധമാണ്. ഇത് രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം കേരളത്തിലെ SFI സ്വാതന്ത്ര്യത്തിന്റെ, ജനാധിപത്യത്തിന്റെ, സോഷ്യലിസത്തിന്റെ മുദ്രാവാക്യം ഉറക്കെ മുഷ്ടി ചുരുട്ടി വിളിച്ച് ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ സംഘടിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ചിത്രം നിങ്ങളെ കാണിച്ചുകൊണ്ട് ഈ ചിത്രം കേരളത്തിലെ മതനിരപേക്ഷവാദികളുടെ മനസ്സിൽ, ഹൃദയത്തിൽ അടയാളപ്പെടുത്തപ്പെടും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ.